രാജ്യവിരുദ്ധ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം എന്ന് പറയും. അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുക. ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആരാ? തീവ്രവാദികൾ. അപ്പൊ തീവ്രവാദികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. ഒരിക്കലല്ല. വൈ? ഞാൻ ജനിച്ചു വളർന്ന നാടാണ് മലപ്പുറം. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ എല്ലാവരും മനുഷ്യരാണ്, അല്ലാതെ എല്ലാവരും തീവ്രവാദികളൊന്നുമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ജില്ലകളും കണക്കാണെന്ന് ഞാൻ പറയും. ഈ മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഈ തീവ്രവാദികളെയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമോ അങ്ങനെ ചെയ്യുന്നവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്ര നാളത്തോടേക്ക്? ഇല്ല. അവിടെ ജനിച്ചു വളർന്ന ആളല്ലേ? അതെ. ഈ പരിസരത്തോ അങ്ങനെ? ഇല്ല, കണ്ടിട്ടില്ല. എന്റെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. എങ്കിൽ ഇങ്ങനെ ഈ പ്രവർത്തനം നടത്തുന്നത് മലപ്പുറത്താണെന്ന് പറഞ്ഞ് ഞാനല്ല കേട്ടോ. അത് നമ്മുടെ ഒരേ ഒരു CM ആണ്, ശ്രീ പിണറായി വിജയൻ സാറാണ്. പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്നറിയോ? മലപ്പുറം ജില്ലയിൽ നിന്ന് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടിച്ചെടുത്തു. ഈ പണം ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്. ശ്രദ്ധിച്ചേക്കുക, അതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ ആ വേർഡാണ്. ഈ പണം ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്. മുഖ്യമന്ത്രി ഇത് ഏതിലാ കണ്ടിട്ടുള്ളത്? ഇത് പറഞ്ഞേക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന് കൊടുത്തതാണ്. മനസ്സിലായോ? അപ്പോൾ അതായത് ദ ഹിന്ദുവിന് കൊടുത്ത ന്യൂസ് പേപ്പർ പറഞ്ഞേക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ സ്വർണം പിടിച്ചേക്കുന്നത്. അപ്പോൾ ഈ പണം ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം. അതായത് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? തീവ്രവാദികളാണല്ലോ അതങ്ങനെ ചെയ്യുന്നത്, രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹം പ്രത്യേകം ആ സ്ഥലത്തിന്റെ പേരും എടുത്ത് പറഞ്ഞേക്കുവാണ്. പക്ഷെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? അടുത്ത ന്യൂസ് ഞാൻ പറയാം. ഒരു സ്ഥലമോ പ്രദേശമോ അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടില്ല. ദി ഹിന്ദു പത്രത്തിന് കത്ത് നൽകി മുഖ്യമന്ത്രി. കത്ത് നൽകിയിട്ടുണ്ട്, അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു സ്ഥലമോ അല്ലെങ്കിൽ പ്രദേശമോ അഭിമുഖത്തിൽ കൊടുത്തിട്ടില്ല. പിന്നെ പറഞ്ഞത് ദ ഹിന്ദുവിൽ വന്നത് പറയാത്ത കാര്യം. ഏതെങ്കിലും ജില്ലയെയോ മതവിഭാഗത്തെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി. കണ്ടോ, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം അറിയാതെ പറഞ്ഞതാണെന്നാണ്, അല്ലെങ്കിൽ മാധ്യമം വളച്ചൊടിച്ച രീതിയിലാക്കിയതാണെന്നാണ്. അതുകൊണ്ടാണ് കത്ത് നൽകിയത്. ഹിന്ദു പത്രത്തിന് നേരിട്ട് കത്ത് നൽകിയതാണ് പറയുന്നത് അല്ലേ? അപ്പൊ അദ്ദേഹം നേരിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു പേരേ പറഞ്ഞിട്ടില്ല. ഭയങ്കര മാന്യനല്ലേ, ഭയങ്കര സത്യസന്ധതയുള്ള ഒരാളാണ് നമ്മുടെ CM. എന്നാൽ ശരി, അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല, വേണ്ട. കാരണം അത് നമുക്ക് തെളിയിക്കാൻ ഇനി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അത് CM-നും അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന്റെ ആ റിപ്പോർട്ടർമാർക്കും അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, മനസ്സിലായോ? നമ്മുടെ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്ന് കേൾപ്പിക്കട്ടെ. അതൊന്ന് കേൾപ്പിക്കാം. 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതില് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിലെ 87.22 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. കണ്ടില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞു, ഇവിടെ എന്തിനും അദ്ദേഹം മലപ്പുറത്തിന്റെ പേര് കറക്റ്റായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും ഈ എന്നാ പറയാ പല 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 എന്താ പറയാ വിമാനത്താവളങ്ങളിൽ നിന്നും പല രീതിയിലുള്ള അല്ലെങ്കിൽ പല നാടുകളിൽ നിന്നും സ്വർണവും മറ്റ് ഹവാല പണവും പിടിച്ചെടുക്കുന്നു. ആ നാടുകളുടെ പേരൊന്നും ഇതിനകത്ത് പരാമർശിക്കുന്നില്ല. മലപ്പുറം മാത്രം, ഇതിനകത്ത് മലപ്പുറം മാത്രമാണല്ലോ എടുത്ത് പറയുന്നത്. ഇത് ഹിന്ദുവിന് കൊടുത്തേക്കുന്ന റിപ്പോർട്ടാണ് അല്ലല്ലോ. ഇത് സാധാ പ്രസ് മീറ്റ് അല്ലേ? അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെന്താ ഇതിനർത്ഥം? എന്താ അല്ലേ? അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതില് പിന്നെ എന്നിട്ട് ഇപ്പൊ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതിൽ കാര്യം എനിക്കും മനസ്സിലാവാത്ത. അതിലെന്തോ ഒളിച്ചുകളി ഇല്ലേ? അതിലെന്തോ ദുരൂഹത ഇല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എന്തിനാണ് ഈ മലപ്പുറത്തിന്റെ പേര് പരാമർശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പൊ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മലപ്പുറത്തിന് എന്താണ് എടുത്തിടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചു പോകേണ്ടത് ഇപ്പം എത്ര വയസ്സായി? ഏകദേശം വയസ്സ് പറയണ്ട, യൂത്ത് ആണല്ലോ. ശരി, ഇതേ പ്രായമുള്ള ഒരുപാട് ആൾക്കാരില്ലേ മലപ്പുറത്ത്? ഇഷ്ടം പോലെ ഒരുപാട് ചെറുപ്പക്കാരുള്ള നാടല്ലേ? ഈ ചെറുപ്പക്കാരെ പറ്റി അൻവർ പറഞ്ഞൊരു വാക്കുണ്ട്.
അതെ, ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്പീച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു, ചെറുപ്പക്കാരെ പറ്റി എന്നാ പറഞ്ഞു? അതായത് ഒന്നിലും പെടാത്ത ചെറുപ്പക്കാര് വരെ ഇതിലോട്ട് പെടുന്നുണ്ട്. അത് മാത്രമല്ല, അതൊക്കെ ഞാൻ പറയാം, അല്ലാത്തൊരു ചെറുപ്പക്കാരെ, അതായത് ഈ കേരളത്തിൽ എന്താണോ നടക്കുന്നത് അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യകതയല്ല. അതായത് ഈ രാഷ്ട്രീയ ആയിക്കോട്ടെ, നിയമം, അങ്ങനത്തൊന്നും അവർ ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച്. അവരെന്താ ചെയ്യുന്നത്, രാത്രിയായ കുറച്ച് കുഴിമന്തി കഴിക്കണം, കിടന്നുറങ്ങണം, ആ ഒരു ചിന്ത മാത്രമേ ഇപ്പത്തെ യൂത്തിനുള്ളൂ. രാത്രി മൊത്തം തേടി പോകുന്ന കട എന്ന് പറഞ്ഞാൽ കുഴിമന്തി കടയാണ് തേടി പോകുന്നത്. അപ്പൊ അന്നേരം ഈ ചില ആൾക്കാര് അതിനെ നിസ്സാരവൽക്കരിച്ചു. ഇനിയെങ്കിലും ഞാൻ പറയാം, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള എൻ്റെ കൂട്ടുകാർ, എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് എന്താണ് രാഷ്ട്രീയം, ഇത് എവിടേക്കാണ്, നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു പാര വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അൻവർ പറഞ്ഞ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? ഇത് പിള്ളേരെ സെറ്റ് ഇതൊന്നും ചിന്തിക്കുന്നില്ല. അവരറിയാതെ തന്നെ അവരുടെ നാട് ഏറ്റവും വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അന്നേരവും ഇത് യൂത്തുകളായുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ചിന്താഗതിയേ ഇല്ല. അവര് വേറെ ലോകത്താണ് അല്ലേ? അപ്പൊ അങ്ങനെ പോകരുത്. കാരണം നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള അതുപോലത്തെ ഒരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നേതാവില്ലായിരുന്നെങ്കിൽ, ഈ അൻവറിനെ പോലൊരു നേതാവില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കുട്ടിച്ചോറായനെ മക്കളെ, കുട്ടിച്ചോറായനെ. മനസ്സിലായോ? ഇപ്പൊ അതിനെ ഒരു കടിഞ്ഞുവിട്ടേക്കുവാണ്. ആര്? അൻവർ കടിഞ്ഞുവിട്ടുകൊണ്ടാണ് ഇപ്പൊ അധികം അതിലേക്ക് പോകാതിരുന്നത്. അതിന്റെ വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയാം, അതിലേക്കും കൂടെ നമുക്കൊന്ന് പോകാം. ഈ വെളിയിൽ നിന്ന് നമുക്ക് ഈ സ്വർണം കൊണ്ടുവരുന്നതിന്റെ, അല്ലെങ്കിൽ ഈ മലപ്പുറത്തിന്റെ പേര് കൊണ്ടുവരുന്നതിന്റെ ഒരു കാര്യം ഞാൻ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നേരെ സ്വർണം എവിടെ നിന്നാണ്? ഗൾഫ് രാജ്യത്തു നിന്നാണ് സ്വർണം വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് താൻ വരുവാണ്, എവിടെ? മലപ്പുറം അല്ല, ഗൾഫിൽ വരുവാണ്, ജോലിക്ക് വേണ്ടി വരികയാണ്. മനസ്സിലായോ? അവിടെ വന്ന് വേറെ ജോലി ഒന്നും കിട്ടിയില്ല, ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, രക്ഷ പിടിക്കുന്നില്ലെന്നിരിക്കട്ടെ. അപ്പൊ ഉടനെ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ആതിരയുടെ നാട് കൊച്ചിയാന്നിരിക്കട്ടെ, കൊച്ചിക്കാണ് പോകേണ്ടത്. അപ്പം അവിടെ നേരെ കൊച്ചിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, കാരണം നീ എന്തും ചെയ്യാൻ തയ്യാറാണ്, എങ്ങനെയെങ്കിലും വേണമല്ലോ. അപ്പൊ ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ച് സ്വർണം തരാം, ഇതെങ്ങനെയും എത്തിക്കണം, അതിൽ നല്ലൊരു കമ്മീഷൻ നിനക്കും കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഉടനെ ആദ്യം ഇത് രണ്ടും കൽപ്പിച്ച് അത്രയും പാട്ടെ, വീട്ടിലോട്ട് പോകുമ്പോൾ മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ എന്തേലും കൊടുക്കാമല്ലോ എന്ന് ഓർത്തുണ്ട്, അതെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമായിട്ട് വരുന്നു. എങ്ങോട്ടേക്കാണ് ഞാൻ ഈ പറഞ്ഞു വിടുന്നത് അറിയോ? ഒരിക്കലും കൊച്ചിക്കല്ല ഞാൻ പറഞ്ഞു വിടുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു സംഘം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിനാമിയാണ്. ഏത്? ഗൾഫ് നാട്ടിലെ വലിയൊരു ബിനാമിയാണ് ഞാൻ എന്ന് പറയുന്ന സംഘം. എൻ്റെ ഇതേ ബിനാമി അല്ലെങ്കിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന വേറൊരു ബിനാമി എവിടെയുണ്ട്? നാട്ടിലുണ്ട്. എവിടെയുണ്ട്? നാട്ടിലെവിടെ? ഈ കരിപ്പൂർ വിമാനത്താവളം ഇല്ലേ, അവിടെയുണ്ട്. എന്നാൽ കൊച്ചിയിലല്ല ഞാൻ കൊണ്ടുവിടുന്നത്, നേരെ കരിപ്പൂരിലേക്കാണ് വിടുന്നത്. മനസ്സിലായോ? അങ്ങനെ നേരെ അവിടെ ചെന്നിറങ്ങുന്നു. അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നേരെ ചെല്ലുന്ന എങ്ങോട്ടാ? വിമാനത്താവളത്തിലേക്ക് ചെല്ലുന്നു, കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ കസ്റ്റംസ് ഏതായി ഇപ്പൊ ബാഗ് ഉണ്ടല്ലോ, എടുത്ത് നേരെ സ്കാൻ ചെയ്ത് വിടുന്നു. അതിൽ കസ്റ്റംസ് നല്ല വെളിച്ചത്തില് എന്താ പറയാ, അവരുടെ ആ സ്കാനറിനകത്ത് കാണുന്നു നിന്റെ ബാഗിൽ ഗോൾഡ് ഉണ്ട് എന്ന്. മനസ്സിലായോ? കസ്റ്റംസ് ഒന്നും വിട്ടുന്നില്ല. അതെന്തുകൊണ്ട്? അവര് ഇതിനകത്തെ കണ്ണികളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നും മിണ്ടുന്നില്ല. നേരെ ഇവിടുന്ന് ഒരു കുഴപ്പമില്ല, ഔട്ട് നൽകുന്നു, നേരെ വെളിയിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് കഥ മാറുന്നത്. അന്നേരം താൻ ഓർക്കുന്നത് എന്താ? ഓ, എന്നെ പിടിച്ചില്ലോ, ഭാഗ്യം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഒന്നും അറിയാത്ത സാധാ ചെറുപ്പക്കാരാണ് ഇതിനകത്ത് ബലിയേടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ലെന്ന് വേണ്ട നേരെ ആ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ നായകൻ അവിടെ നിൽക്കുന്നത്. സുജിത് ദാസ് SP എന്ന് പറയുന്ന ഒരു താരമുണ്ട്. ഞാൻ ഫോട്ടോ ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്ക്. ഈ സുജിത് ദാസ് എന്ന് പറയുന്ന IPS കാരൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ SP എന്ന് പറയുന്ന ഇതിനകത്തെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏത് ഗൾഫിലെ എൻ്റെ ഒരു ബിനാമി ഇല്ലേ, എൻ്റെ അതേ ടീമാണ് സുജിത് ദാസ്. മനസ്സിലായോ? എൻ്റെ അതേ ടീമാണ് ഈ കസ്റ്റംസും. മനസ്സിലായോ? കസ്റ്റംസ് നേരെ അറിയിക്കാതെ അവിടെ പിടിക്കാതെ നേരെ എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് വിടും. പോലീസിന് പിടിക്കാൻ. അങ്ങനെ നേരെ പോലീസ് പിടിക്കുന്നു. അവിടുന്ന് പിന്നെ ആ സ്വർണം എങ്ങോട്ട് പോകുന്നെന്നും അതെവിടെ കൊണ്ടുപോയി ഉരുക്കുന്നെന്നും ആർക്കും അറിയത്തില്ല. ഈ കഥയാണ് ആര് കൊണ്ടുവന്നത്? വിളിച്ചത് കൊണ്ടുവന്നത് അൻവർ വിളിച്ചത് കൊണ്ടുവന്നത്. അപ്പൊ ഈ അൻവർ വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ബിനാമിക്കിടയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. മനസ്സിലായോ? ഭരണപക്ഷമുണ്ട്,
പ്രതിപക്ഷവും ഉണ്ട്, അങ്ങനെ കുറെ അവന്മാരുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവർക്കെല്ലാം പൊള്ളും. അപ്പൊ ഇവര് നേരെ എന്ത് ചെയ്യും? ഒറ്റ അടിയാ. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം. ഏറ്റവും കൂടുതൽ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞാൽ മലപ്പുറം. അപ്പൊ ഉടനെ എന്ത് ചെയ്യാം? നേരെ മലപ്പുറത്തിന്റെ സൈഡിലോട്ടൊന്ന് അടിച്ചു വിട്ടാക്കായത്. മനസ്സിലായോ? കാരണം അവിടെ ഇത് സ്ഥിരം. കാരണം അവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ സാധാരണ ഇവരിതൊന്നും അറിയുന്നില്ല. ഇതിന്റെ പുറകിൽ നടക്കുന്ന വൻ റാക്കറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സംഭവം നടക്കുന്നത്. ഇത് ഒന്നും അറിയാതെ പൊട്ടന്മാരായിട്ടുള്ള കുറെ നിരപരാധികളായുള്ള ബലിയാടാകുന്നു. ഇങ്ങനെ ഈ കൊടുത്തിവിടുന്ന് ഈ പോകുന്ന തനിക്ക് തന്നെ അറിയത്തില്ല ഇത് ഏത് ആരുടെ സ്വർണ്ണമാണ് എന്താണെന്നൊന്നും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നേരെ പോലീസ് പിടിക്കുന്നു. ഒരു ചെറിയ കേസ് നിനക്ക് വരും. ഒരു ഇത്ര നാൾ കഴിയുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും, ഇറക്കി വിടുകയും ചെയ്യും. പക്ഷെ പേര് പറയുമ്പം എന്റെ പേരല്ല, ഒന്ന് ഈ കൊണ്ടുവരുന്നവരുടെ പേരും, പിന്നെ രണ്ടാമത് മലപ്പുറത്ത് വെച്ച് പിടിച്ചു. ഇപ്പൊ നാളെ ഒരു സ്വർണം പിടിക്കുവാണല്ലോ, അത് എവിടുന്ന്? പേരേ അറിയത്തുള്ളൂ. മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എത്ര കിലോ സ്വർണം പിടികൂടി? അല്ലെ യുവതിയിൽ നിന്ന് പിടികൂടി, അല്ലെങ്കിൽ യുവാവിൽ നിന്ന് പിടികൂടി. മലപ്പുറത്ത് ഈ ഒരു പേരാണ് വരുന്നത്. അപ്പൊ ഇതാണ് അൻവർ പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ വെറുതെ കുഴിമന്തി കഴിച്ച് സമയം കളയല്ലേ, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് പറയുന്നത് വളരെ സത്യമായുള്ള കാര്യമല്ലേ. എന്നിട്ട് ഇപ്പം ചില ആൾക്കാർ പൊങ്ങി വരികയാണ്, മലപ്പുറത്തിനെ പറ്റി അങ്ങനെ പറയില്ല, മലപ്പുറത്തിനെ പറ്റി ഇങ്ങനെ പറയില്ലെന്ന്. രാഷ്ട്രീയം അറിയണം മക്കളെ നിങ്ങൾ. ഞാൻ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരോടാണ്, മലപ്പുറത്തുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ അവരോടും കൂടിയാണ് ഈ ചതി മനസ്സിലാക്കണം. ഇന്ന് ഈ ഒരു അൻവർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. നാളെ ഈ അൻവർ ഉണ്ടാകണമെന്നുമില്ല. സത്യം. നാളെ നിങ്ങൾ ഓരോരുത്തരുമാണ് വേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ജാഗ്രതരൂപരായിട്ടിരിക്കുക. അതുപോലെ ജാഗ്രത വേണം. കാരണം ഈ പറയുന്ന ഇതിനകത്ത് പല കളികളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരൊക്കെയാണ്. ഇപ്പം ഞങ്ങളിത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. അപ്പം എന്തായാലും ഈ അൻവറിനെ പോലുള്ള മന്ത്രിമാർ, അൻവറിനെ പോലുള്ള നല്ല എന്താ പറയുക കറക്റ്റ് നല്ല നിയമം പാലിക്കും. നമുക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്നത് കേട്ടുള്ള അറിവേ നമുക്കുള്ളൂ, നേരിട്ടുള്ള അറിവ് അൻവറുമായിട്ട് നമുക്കില്ല. ഉണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല. അദ്ദേഹം ഇങ്ങനെ ഈ മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞു. അപ്പൊ അവത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ നമ്മളെടുത്ത് അങ്ങനെ ചെയ്യുന്നതിന്റെ ഇത് മാത്രം എത്രമാത്രം സത്യം ഉണ്ടെന്നും അറിയത്തില്ല. എന്നാലും കേൾക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, അല്ലേ? സത്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ അറിയാം ഇതിൽ ഒക്കെ കളികളുണ്ടല്ലോ എന്നുള്ള. അതെ. ഇങ്ങനെ ഓരോ കാര്യം പരാമർശിച്ച ഉടനെ അൻവറിനെ എടുത്ത് പാർട്ടിയിൽ നിന്ന് വെളിയെടുത്ത് കളയുക. മനസ്സിലായോ? അപ്പം ഇത് നമ്മൾ വരിയാകാരമല്ല കഴിക്കുന്നത്, നമുക്കിത് മനസ്സിലാകത്തില്ലേ? അപ്പം നാളെ ഈ അൻവർ ഉണ്ടാകണമെന്നില്ല. ഇനിയിപ്പോൾ അൻവറിന്റെ ഭാഗത്താണോ ശരിയെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾ അവിടെ നിന്ന് സ്വർണം പ്രത്യേകിച്ച് അങ്ങനത്തെ പരിപാടിക്ക് പോകാതിരിക്കുക. നിങ്ങൾ എവിടെയാണോ അവിടുന്ന് ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ പോയി ഇറങ്ങുക, ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഇതിനെതിരെ വേറെ വലിയൊരു വില കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വരും. അതെ, നല്ലൊരു പൗരനായിട്ട് ജീവിക്കണം നമ്മളെപ്പോഴും. ഈ ബിനാമികൾ തന്നെയാണ് പല കാര്യങ്ങളിൽ തന്നെ. നിങ്ങൾ അൻവറിന്റെ ഇത് കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൊന്നുകളയുമാണ്. ഇവിടെ കൊണ്ടുപോയി സ്വർണ്ണം എത്തിച്ചിട്ട് പിന്നെ ഉണ്ടല്ലോ, അത് വെളിയിൽ പറയാറായിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കൊന്നുകളയാണ് പലരെയും. തെളിവുകൾ പോലും ഇല്ല. ആരായി അന്വേഷിക്കുന്നത് ഈ കഥകളെല്ലാം? പോലീസ് തന്നെയാണല്ലോ ഇതെല്ലാം അന്വേഷിക്കുന്നത്. തെളിവുകൾ പോലും കിട്ടുന്നില്ല. സ്വന്തം കുടുംബത്തിന് വരുന്ന ആൾക്കാർ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ. ജീവിതമാണ് പോകുന്നത്, ലൈഫാണ് പോകുന്നത്. ഇനിയാലും നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ കേരളത്തിന് ഇങ്ങനെ വിഭജിക്കാൻ വേണ്ടി കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നൊക്കെ നിനക്ക് ഏകദേശം ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ആരും മോശമൊന്നുമല്ല ഇതിനകത്ത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും മോശമൊന്നുമല്ല, എല്ലാം കണക്കാണ്. അപ്പം ഇതിനകത്ത് ഈ പ്രസ്ഥാനം മൊത്തം ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് കുറെ ആൾക്കാരാണ്, അല്ലേ? ഇപ്പൊ പോലീസ് തന്നെ നല്ല പോലീസുകാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതുപോലത്തെ കേട് കാണിക്കുന്ന പോലീസുകാരും ഉണ്ട് എന്ന് പറഞ്ഞാണ് രാഷ്ട്രീയത്തിലും. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇനി അത് കാണുന്നില്ലെങ്കിൽ കാണണം എന്നാണ് ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളത്. ഇപ്പോഴും ഈ സിനിമാ പാട്ടുകളും മറ്റേത് മാത്രമല്ലാതെ ഈ കേരള രാഷ്ട്രീയം എന്താണെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഈ നാട് കേരളം എങ്ങോട്ട് പോകുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടതധികം. നമ്മുടെ ഈ നാട്ടിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ഥലം അതിപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് എന്നെങ്കിലും ചിന്തിച്ചു വെക്കുക. അത്ര പറയാനുള്ളൂ.